പിപ്സ്റ്റോൺ ക്യാപിറ്റൽ കഴിഞ്ഞ കുറച്ച് മന്ത്സ് ആയിട്ട് ഫണ്ട് അക്കൗണ്ട്സിന്റെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന ഒരു പ്രോഫോമാണ് പിപ്സ്റ്റോൺ. അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ 2 മന്ത് മുൻപേ ഞാൻ 2 അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിന്റെ 1+1 ഓഫർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ഫ്രീ കിട്ടുമായിരുന്നു. 50Kയുടെ ഒരു അക്കൗണ്ടാണ് പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് 2 അക്കൗണ്ട് കിട്ടി. കറന്റ് എൻ്റെ കയ്യിൽ പിപ്സ്റ്റോൺ ക്യാപിറ്റലിന്റെ ഒരു മാസ്റ്റർ അക്കൗണ്ടാണ് ഉള്ളത്. 2 അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് ബസ്റ്റ് ആയി, ഒരു അക്കൗണ്ട് എനിക്ക് മാസ്റ്റർ കിട്ടി. അതിലിപ്പോൾ അറൗണ്ട് ഒരു $1,700 അതായത് 1,70,000 പേ ഔട്ട് എത്തിയിട്ടാണ് നിൽക്കുന്നത്. ഞാനൊരു ഫണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ ട്രേഡ് ചെയ്ത് പാസ്സാക്കി അതിൽ പേ ഔട്ട് എടുത്ത് അതെൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ലൈവായിട്ട് എൻ്റെ പിപ്സ്റ്റോണിന്റെ അക്കൗണ്ടിലെ പേ ഔട്ട് വിഡ്രോ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ എൻ്റെ പിപ്സ്റ്റോണിൻ്റെ ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് എൻ്റെ ഡാഷ്ബോർഡ്. ഇതാണ് ഇപ്പോൾ എൻ്റെ കറൻ്റ്ലിയുള്ള അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അക്കൗണ്ട്സിലോട്ട് പോവാം. അക്കൗണ്ട്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2 അക്കൗണ്ടാണ്. അതിൽ ഒരു അക്കൗണ്ട് ഫെയിൽ ആയിട്ടുണ്ട്. 27-ാം തീയതിയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതായത് ജൂണിന് മുൻപായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന് മുൻപ് 2 അക്കൗണ്ട്, അതായത് ഇതിനൊരു ഓഫർ ഉണ്ട് ആക്ച്വലി പിപ്സ്റ്റോണിന്. അത് കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അറൗണ്ട് ഒരു 24,000 അടുത്താണ് എനിക്കൊരു 50Kയുടെ 1 സ്റ്റെപ്പ് അക്കൗണ്ട് കിട്ടിയത്. $50,000 അക്കൗണ്ട് നമുക്ക് കിട്ടും. ആക്ച്വലി നമുക്കതൊരു $420 ആണ്. അപ്പോൾ ഒരു അക്കൗണ്ട് മേടിച്ച് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ഫ്രീ കിട്ടും. അങ്ങനെ ഈ 2 അക്കൗണ്ട് കിട്ടി. അതിലൊരു അക്കൗണ്ട് ഫെയിലായി, ഒരു അക്കൗണ്ട് പാസ്സായി. 2ാമത്തെ അക്കൗണ്ടിലാണ് ഇപ്പോൾ കറൻ്റ്ലി പ്രോഫിറ്റ്, അതായത് പാസ്സായ മാസ്റ്റർ അക്കൗണ്ടിലാണ് ഞാൻ പ്രോഫിറ്റ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ $1,690 പ്രോഫിറ്റാണ്. ഏകദേശം 1,70,000 ഇന്ത്യൻ റുപ്പീസ് വരും പ്രോഫിറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 42,000 ആണ്. ഏകദേശം 1,70,000 ആണ് ഞാൻ പ്രോഫിറ്റ് എടുക്കുന്നത്. എൻ്റെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ അറൗണ്ട് $1,700 പ്രോഫിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത് 3 ഡേയ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 0.50 വെച്ചിട്ട് 3 ഡേയ്സ് എടുക്കണം. 3 ദിവസം പ്രോഫിറ്റബിൾ ആണെന്ന് കാണിക്കണം. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 44,000 ആയിരിക്കും ടോട്ടൽ. അതിൽ നിന്ന് ഞാൻ വിഡ്രോ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം 1,70,000 ആണ്. അപ്പോൾ നിയർ ടു ഒരു 1,22,000 ആണ് അപ്പോൾ എൻ്റെ ഓവറോൾ ഇതിലെ പ്രോഫിറ്റ് എന്ന് പറയാനായിട്ട്. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഇക്വിറ്റി കർവ് നോക്കുകയാണെങ്കിൽ 2 വട്ടം എൻ്റെ അക്കൗണ്ട് നിയർ ടു ഒരു 2,500 ലോസിലോട്ട് പോയിട്ടുണ്ട്. അറൗണ്ട് 2 വട്ടം ഡ്രോ ഡൗണിൽ പോയ അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് ഒരു മാസം ആക്ച്വലി എടുത്തത്. എൻ്റെ PNL നോക്കുകയാണെങ്കിൽ ഈ മാസം 2 പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 3-4 ലോസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള മന്തായിരുന്നു. ഈ മന്ത് പ്രോഫിറ്റ് ചെയ്ത് ആ പ്രോഫിറ്റാണ് ഞാൻ വിഡ്രോ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ 2 മന്തിൻ്റെ PNL എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വിഡ്രോ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ പിപ്സ്റ്റോണിൽ ഒരു പേ ഔട്ട് എടുക്കുന്നത്. ആദ്യമായിട്ടാണ് അക്കൗണ്ട് 2 പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് പേ ഔട്ട് എടുക്കുന്നത്. അതിൽ ഓൾറെഡി ഞാൻ എൻ്റെ റൈസ് ഇന്ന് മോർണിംഗ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസ് വാലറ്റ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് റൈസിൽ അക്കൗണ്ട് എടുക്കുക എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഡെഫിനറ്റ്ലി ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് വീഡിയോയുടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ റൈസിലാണ് ഞാൻ എമൗണ്ട് എടുക്കുന്നത്. നമ്മുടെ എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ടിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് $1,690 ആണ് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സ്പ്ലിറ്റ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് $1,352 ആണ്. അതിനുശേഷം റൈസ് ഞാൻ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് റൈസ് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. വേറെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ക്രിപ്റ്റോ ഓപ്ഷൻസ് ഒന്നുമില്ല. റൈസ് മാത്രമാണ് ഒരു മെത്തേഡ്. പക്ഷേ റൈസ് കുറച്ചുകൂടെ സേഫർ ആയിട്ടുള്ള മെത്തേഡാണ്. അതുകൊണ്ട് റൈസ് ക്ലിക്ക് ചെയ്തു. ഞാൻ സെൻഡ് റിക്വസ്റ്റ് കൊടുത്തു. ഓക്കെ, പേ ഔട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പെൻഡിങ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ജൂലൈ 3-ാം തീയതി പേ ഔട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പെൻഡിങ് ആണ് കാണിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം ഈ പേ ഔട്ട് കിട്ടുമെന്ന്. കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി, കിട്ടിയില്ലെങ്കിലും ഡെഫിനറ്റ്ലി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഫണ്ട് അക്കൗണ്ടിലോ ഫോറക്സിലോ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. ഫണ്ട് അക്കൗണ്ട്സിനെ കുറിച്ചും ഫോറക്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കിടലൻ വീഡിയോസ് അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ.